എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇന്ത്യ തങ്ങളുടെ രണ്ടാം T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്കയെ മലർത്തിയടിച്ചാണ് ഇന്ത്യ റെക്കോർഡ് വിജയം സ്വന്തമാക്കിയത്. ഒരു മത്സരത്തിൽ പോലും മലയാളി താരം സഞ്ജുവിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും മറ്റു താരങ്ങൾ കോഹ്ലി, രോഹിത് ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇന്ത്യയുടെ തന്ത്രത്തിനു മുന്നിൽ ഇന്ന് സൗത്ത് ആഫ്രിക്ക മുട്ടുകുത്തി. ഒരു സമയത്ത് കളി കൈവിട്ടു പോകും എന്ന് തോന്നിച്ചെങ്കിലും ബുംറ ഇന്ത്യയുടെ രക്ഷകനായി അവതരിക്കുകയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി വഹിച്ച പങ്ക് വളരെ വലുതാണ്. സൗത്ത് ആഫ്രിക്ക മികച്ച പ്രകടനം നടത്തിയെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ അവസാനം അവർ മുട്ടുകുത്തി. ഇന്ത്യ ലോകകപ്പ് നേടിയ ശേഷം മലയാളി താരം സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: "ഞാൻ വളരെ ഹാപ്പിയാണ്. ഫൈനൽ മത്സരത്തിൽ എനിക്ക് കളത്തിൽ ഇറങ്ങാൻ സാധിച്ചില്ല. പക്ഷേ ഈ വിജയം എന്റേത് കൂടെയാണ്. കാരണം ഈ ഒരു ടീമിന്റെ ഭാഗമാവാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യമായാണ് ഞാൻ കരുതുന്നത്. ഒരുപാട് കാലമായി ഞങ്ങൾ സ്വപ്നം കണ്ട നിമിഷമാണ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത്. ആ ഒരു സ്വപ്നം ഇന്ന് സഫലമാവുകയും ചെയ്തു. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഈയൊരു ലോകകപ്പ് ഞാൻ മലയാളി ആരാധകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈയൊരു ലോകകപ്പ് നേട്ടത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞങ്ങളെപ്പോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ക്യാപ്റ്റൻ രോഹിത്തും മാസ്റ്റർ ക്ലാസ് ബാറ്റ്സ്മാൻ കോഹ്ലിയും തന്നെയാണ് ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്. ഈയൊരു വേൾഡ് കപ്പ് ഞങ്ങൾക്ക് നേടാൻ സാധിക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. വിജയത്തിന്റെ ക്രെഡിറ്റ് അത് രോഹിത്തിനും കോഹ്ലിക്കും തന്നെയാണ്. ഈയൊരു ലോകകപ്പ് ഞങ്ങൾ നേടിയാലും ഇന്ത്യ മാത്രമല്ല മികച്ച ടീം. ഇത്തവണ കളിച്ച സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് എല്ലാവരും മികച്ച കളി തന്നെ പുറത്തെടുത്തു. ഈ ലോകകപ്പ് വിജയം എന്നും എനിക്കൊരു മറക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരിക്കും. വരുന്ന മത്സരങ്ങളിലും ഞങ്ങൾ ഇതേ പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്നും സഞ്ജു വ്യക്തമാക്കി. എന്തായാലും ഇന്ത്യൻ ആരാധകരും മലയാളി ആരാധകരും തുള്ളിച്ചാടുകയാണ്. 12 വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് അവസാനിച്ചത്. ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ കരഞ്ഞത് ഓരോ ഇന്ത്യൻ ആരാധകരുമായിരുന്നു. ഇന്ത്യക്ക് ഇതൊരു ചരിത്ര നേട്ടം തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.